അയ്യോ ചേട്ടൻ എന്താ മോളുടെ പിറന്നാൾ ആഘോഷിച്ചു. രാത്രിയിലാക്കാന്ന് വെച്ചു. ചേട്ടന് വരാൻ വേണ്ടിയാ. രേണുമോക്ക് ഒരേ നിർബന്ധം, ചേട്ടൻ വന്നാലേ കേക്ക് മുറിക്കുള്ളൂ. പക്ഷെ സിംഹം അയാളെ പോവാൻ പറ. ഞാൻ അയാളെ ഒന്ന് നേരിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. വേണാണ് നിനക്ക് തോറും തലയിലെ കയറണം. അന്താളെ ഞാൻ വിടമാട്ടെ. അയാളെ കണ്ണു വെട്ടിച്ച് ചേട്ടനെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ കൊണ്ടുവരും. കേക്ക് മുറിക്കും. പഴനിയാണ്ടവൻ തുണை അപ്പനീ മുരുക. ചേട്ടാ പോയോ? Stop the car. யாரது? சூசைட் கேஸா? எதற்காக என் வண்டி முன்னாடி நிற்க வேண்டும்? ஏட்டினில் Checking. செக்கிங் ஆவது கிக்கிங் ஆவது என்ன பத்தி உங்களுக்கு சரியா தெரியாது. நான் வீரபாண்டிய கட்டபொம்மன் പരമ്പരയിലെ ചേർന്നവ. മലയാളം അറിയാമെങ്കിൽ പറഞ്ഞാൽ നന്ന്. എന്തിനെന്റെ വണ്ടി ചെക്ക് ചെയ്യണം? That's my duty. ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ. ആരാണെന്ന് മനസ്സിലായി. ഈ വീട്ടുവളപ്പിൽ എന്തിനാണ് കാവ് നിൽക്കുന്നതെന്ന് മനസ്സിലായി. ആൾ ഇതിനകത്തില്ല. മുഖത്ത് രണ്ട് ഉണ്ട കണ്ണല്ലേ മിസ്റ്റർ ഇരിക്കുന്നത്. ഞാനും ഡ്രൈവർ ഇതിനകത്തുള്ളൂ എന്ന് കണ്ടുകൂടെ? ഡ്രൈവർ ഡിക്കി ഒന്ന് തുറന്നു കൊടുക്കൂ. സാറിന് പരിശോധിക്കട്ടെ. വളരെ സാവകാശം പരിശോധിച്ചാൽ മതി. എനിക്ക് ധൃതിയൊന്നുമില്ല. പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലല്ലോ. കണ്ടില്ലേ, ആരുമില്ലല്ലോ. എന്താണ് മിസ്റ്റർ ഇതിനു വേണ്ടി നോക്കാം? അതിനകത്ത് ആരുമില്ലെന്ന് മനസ്സിലായില്ലേ? ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. ഇനി പോവാല്ലോ, സംശയം തീർന്നല്ലോ. ഒട്ടും പറഞ്ഞു കേട്ടോ. വിട്ടോ വിട്ടോ വിട്ടോ. അച്ഛൻ എന്താ ഇത്രയും താമസിക്കുന്നേ? നീ വിഷമിക്കണ്ട, അച്ഛൻ വരും. ആന്റി കൊണ്ടുവരും. ചേച്ചി, അളിയ ഇനി വരികയില്ല. ആ സിംഹം വിഴിയും കാണും. സാരമില്ല, എന്നും അളിയനും രേണുവല്ലേ കേക്ക് മുറിക്കുന്നത്. ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ. CK ആയിരുന്നു നമ്മുടെ ചീഫ് ഗസ്റ്റ്. CK മുറിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. പതുക്കെ പറ, സിംഹം പുറത്തുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സ് ഒക്കെ എവിടെ? എല്ലാം ഉണ്ട് സർ. ഞാനത് വെരിഫൈ ചെയ്യട്ടെ. സിംഹം സ്പീക്കിംഗ്. ഞാൻ ബാലേന്ദ്രനാണ് സാർ. ഏത് ബാലേന്ദ്രൻ? ജ്യോതിസിലെ മേനോന്റെ മകൻ. പാപ്പർ കേസുമായി ബന്ധപ്പെട്ട കക്ഷി ബാലേന്ദ്രനോ? അതെ സാർ. പറഞ്ഞോളൂ. ആ മാധവൻ നായർ കമ്പനിയിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ചെന്നാ കൈയോടെ പൊക്കാം. താമസിക്കല്ലേ, ആള് കൈവഴുതി പോവും. താങ്ക് യു. ആൾമാറാട്ടക്കാരൻ ട്രൈങ് ടു ഫൂൾ മീ. ഞാനൊരു വിട്ടിയാണെന്നാണ് വിചാരിച്ചത്. ഞാനങ്ങനെ പറഞ്ഞല്ലോ. ഫോൺ കാൾ. ഈ സിംഹവനെ വെറുതെ വിടില്ല. അളിയൻ കയറി വരുന്നത് ആരെങ്കിലും കണ്ടോ? അഥവാ കണ്ടാലും എനിക്ക് പ്രശ്നമില്ല. നീ ആ പണം എടുക്ക്. ഏത് പണം? എന്റെ ബ്രീഫ് കേസിലുണ്ടായിരുന്നത്. അയ്യോ അളിയ, അത് ഞാൻ അപ്പോഴേ ബിസിനസ്സിലിട്ടു. അളിയ എത്ര കാലം ബിസിനസ് ചെയ്താളാ? ഇത്രയും പണം ആരെങ്കിലും വെച്ചോണ്ടിരിക്കുവോ? രമേശ, എന്റെ കയ്യിൽ ആഹാരത്തിന് പോലും പൈസയില്ല. എന്റെ ക്ഷമയെ നീ പരീക്ഷിക്കരുത്. അളിയ, ഇവിടെ പൈസ ഇരിപ്പില്ല. ഇത്ര വിശ്വാസമില്ലാതായോ? അളിയൻ എന്തായി കാണിക്കുന്നേ? കമ്പനിയുമായി അളിയന് ബന്ധമുണ്ട് സിംഹം പറഞ്ഞാൽ? മാൻ ഇടിഞ്ഞു വീഴൂ. നീ പെട്ടിന്ന് വിട്. അങ്ങോട്ട് നോക്ക്. ഗുഡ് മോർണിംഗ് സാർ. ഇരിക്കണം. മിസ്റ്റർ മാധവൻ നായർ ഇങ്ങോട്ട് വന്നോ? ഇല്ലല്ലോ സാർ. എനിക്ക് മിസ്റ്റർ ബാലേന്ദ്രന്റെ ഫോൺ ഉണ്ടായിരുന്നു. സാറല്ലേ അവൻ പറയുന്നത് വിശ്വസിക്കൂ. കള്ള പാതാണിയാ.
ആള് മോശമല്ല. ഞാൻ വിചാരിച്ചതിലും വലിയ ക്രിമിനലാണ് നിങ്ങൾ. നിങ്ങൾ മിമിക്രി പഠിച്ചിട്ടുണ്ടോ? ഇല്ല സർ. നിങ്ങളുടെ അച്ഛൻ? ഇല്ല. അപ്പൊ ടെലിഫോണിൽ കൂടി ശബ്ദം മാറ്റാനുള്ള കഴിവ് നൈസർഗിക പ്രതിഭാവിലാസത്തിന്റെ ബഹിസ്ഫുരണമാണോ? എന്താണ് സർ? പള്ളിയിൽ അച്ഛനെ കുമ്പസാരം പഠിപ്പിക്കരുത്. അഥവാ പഠിപ്പിച്ചാൽ കുമ്പസാരക്കുട്ടി തന്റെ ശവം മാത്രമേ ബാക്കി കാണുന്ന കലാകാരന് മനസ്സിലായോ? അധവർണ്ണനും അന്വേഷണ കമ്മീഷനും ഇടയിൽ തന്നെ പോലൊരു വിഷവൃക്ഷം വേര് പിടിച്ചാൽ അത് ഞാൻ മൂടോടെ മുറിച്ചു മാറ്റും. താമൃത മനപ്പായസം ഉണ്ണണ്ട, തനിക്കൊരു ചെല്ലി കാശ് പോലും കിട്ടില്ല. കിട്ടും ഒരു ഫസ്റ്റ് ക്ലാസ് ഇരുമ്പ് കൂട്. അണ്ടർസ്റ്റാൻഡ്? பஸ்ல உட்கார்ந்தா தூக்கம் வருது டாக்டர். தூங்க வேண்டியதானே. நான் தூங்கினா யாரு பஸ்? ചേച്ചി, ഞാൻ ചേച്ചിക്ക് രേണുവിന് ഒരു സാരി വാങ്ങി. CK സെലക്ഷനാ, കൊള്ളാവോ നോക്ക്. എന്തിനാ വാങ്ങിയേ? ഇതൊക്കെ കൊടുക്കാനുള്ള അവസ്ഥയാണോ ഇപ്പൊ? അന്ന് ഞാനിത്തിരി ഓവറായി. ചേച്ചി എന്നോട് ക്ഷമിക്കണം. പിന്നെ വേറൊരു കാര്യം. ആ, എന്താ രമേശ? നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ പിഴയ്ക്കാൻ പോവാ. അക്ഷരാർത്ഥത്തിൽ നമ്മൾ പാപ്പരായി തെരുവിലിറങ്ങും. എന്തു പറ്റി? നമ്മുടെ എല്ലാ സ്വത്തുക്കളും കണ്ടുകെട്ടി ബാലേന്ദ്രനും മറ്റുള്ള കടക്കാർക്കും വീതിച്ചു കൊടുക്കാൻ റിപ്പോർട്ട് എഴുതി കഴിഞ്ഞു. ഇന്ന് ആ കമ്മീഷണർ അതെന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ നാട്ടുകാർ കൊണ്ടുപോകാതിരിക്കാനാ പാവം മാധവ് സാറി ത്യാഗമൊക്കെ സഹിക്കുന്നത്. ചേച്ചി വിഷമിക്കണ്ട, നമ്മൾ ഇതിന്ന് ഊരും. അളിയൻ കളിച്ച കളി നമ്മൾ ഒന്നുകൂടെ കളിക്കും. അപ്പൊ പ്രതാപസിംഹത്തിന്റെ റിപ്പോർട്ട് ചീറ്റും. എന്താ നീ ഉദ്ദേശിച്ചത്? അല്ല, അളിയൻ എല്ലാ സ്വത്തുക്കളും ചേച്ചിയുടെ പേരിൽ ഇഷ്ടദാനം എഴുതി വെച്ചല്ലേ കടക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇനി ആ പ്രതാപസിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ അതേ തന്ത്രം നമ്മൾ വീണ്ടും പുറത്തെടുക്കും. തൽക്കാലം എല്ലാ സ്വത്തുക്കളും ചേച്ചി എന്റെ പേർക്ക് എഴുതി വെക്കും. ഈ ഏടാകൂടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഞാനത് അപ്പടി അങ്ങ് തിരിച്ചെഴുതി തരും. നാത്തൂനെ ഇവൻ പറയുന്ന വിശ്വസിക്കരുത്. ഈ കന്നാലി ചതിക്കാനാ പാഷ. ശബ്ദിക്കരുത്. കുറെ കാലമായി ഇവിടെ കിടന്ന് വിലസുന്നു. പറഞ്ഞു വിട്ടൂടെ ഈ നാശത്തിനെ? അത് ഞാൻ തീരുമാനിച്ചോളാം. എങ്കിൽ പറ, എപ്പോഴാ ഇഷ്ടദാനം എഴുതുന്നേ? രേണുവിന്റെ കല്യാണം കഴിയാതെ ഒരു എഴുത്തുമില്ല, ഇഷ്ടദാനവും ഇല്ല. ഇവളുടെ കല്യാണമാണ് പ്രശ്നമെങ്കിൽ അതിനൊരു മാർഗം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ അടുത്ത നിമിഷം എഴുതണം. അയാൾ റിപ്പോർട്ട് കൊടുക്കും മുമ്പ്. പിന്നെ താമസിച്ച എന്റെ സ്വഭാവം മാറും. മാധവൻ നായരെ, മാധവൻ നായർക്കുന്നൊരു നല്ല ദിവസോ. തന്റെ പേരിൽ ആരോ നിവേദ്യം കഴിപ്പിച്ചിരിക്കുന്നു. ചേട്ടാ, ചേട്ടാ, വീട്ടിലാകെ കുഴപ്പോ. രമേശിനെ കൊണ്ട് ഞങ്ങൾ പൊറുതി മുട്ടി. അവൻ എന്നെ കരണത്തടിച്ചു ചേട്ടാ. ഇപ്പൊ എല്ലാം തീരുമാനിക്കുന്ന അവനാ. സ്വന്തം പേരിൽ സ്വത്തുക്കൾ എഴുതി വാങ്ങാൻ അവന്റെ ശ്രമം. നാത്തൂനും രേണുമോളും ഒക്കെ ആകെ പേടിച്ചിരിക്കുക. ചേട്ടൻ എന്തെങ്കിലും ഉടനെ ചെയ്യണം. താമസിച്ചാൽ അവൻ എല്ലാരെയും കൊല്ലാൻ പോലും മടിക്കത്തില്ല. കല്യാണം നടന്നു കഴിഞ്ഞ് അവർ സ്വത്തുക്കൾ നിന്റെ പേരിൽ എഴുതിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഒന്നുകിൽ ഒരു കാർ ആക്സിഡന്റ്, അല്ലെങ്കിൽ ഒരു സൂയിസൈഡ്. അതിന്റെ മുനമ്പിൽ നിർത്തി എനിക്കത് ചെയ്യിക്കേണ്ടി വരും. അതിനു മുമ്പ് നിന്നെ ഞാൻ അഴിക്കകത്താക്കും. എടാ കാലമാടാ, എന്റെ സ്വത്തിന്റെ ഒരു തരി പോലും നിനക്ക് കിട്ടില്ല. എല്ലാ തെറ്റുകളും ഞാൻ കമ്മീഷനോട് തുറന്നു പറയും. തൂക്കുമരത്തിൽ കയറേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമില്ല. ഇപ്പൊ എന്റെ പ്രശ്നം നീയാ. നിന്റെ അധ്യായം ഇതോടെ ഞാൻ അടക്കി. സിംഹത്തിന് ഇപ്പൊ തന്നെ നിന്നെ കാര്യമായ സംശയമുണ്ട്. ഇയാളുടെ കുമ്പസാരം കൂടി ആവുമ്പോ നിന്റെ ജീവിതം തുറുങ്കിലാവും. കൊല്ലം എത്ര കിട്ടുമെന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. അതിന് മാധവൻ നായർ സിംഹക്കൂട്ടിൽ എത്തിയിട്ട് വേണ്ടേ?